ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴമെന്ന ലിയാനോ ഡാവിഞ്ചിയുടെ വിശ്വവിഖ്യാതമായ പെയിൻറ്റിങ് എക്കാലത്തെയും കലാലോകത്തെ കലാകാരന്മാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ പറഞ്ഞു വരുന്നത് 1996 അമേരിക്കയിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ റെനി കോക്സിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. യോ മാമാസ് എന്നാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ പേര്. അവർ ഈ പെയിൻറ്റിങ്ങിലൂടെ ചെയ്ത കാര്യം വലിയൊരു പ്രതിരോധം തീർക്കലായിരുന്നു. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ നടക്കുന്ന അധിക്ഷേപങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തുകയായിരുന്നു. ഇത് മാത്രവുമല്ല, സ്ത്രീകൾ നേരിടുന്ന, കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ നേരിടുന്ന കഷ്ടതകളിലൂടെ ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരികയായിരുന്നു. ക്രിസ്തുവിന് പകരം ചിത്രീകരിച്ചത് അവരുടെ തന്നെ സെൽഫ് പോർട്രേറ്റ് ആയിരുന്നു. റെനി കോക്സിൻ്റെ ചിത്രത്തിലെ ശിഷ്യന്മാരെല്ലാവരും തന്നെ കറുത്ത വർഗ്ഗക്കാരാണ്. പക്ഷേ എന്നാൽ ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്ന യൂദാസിനെ വെളുത്ത വർഗ്ഗക്കാരനായിട്ടാണ് റെനി കോക്സ് ചിത്രീകരിച്ചത്. ആ സമയത്ത് അമേരിക്കയിൽ ആ ചിത്രം നിരോധിച്ചു. ഒരുപാട് വിവാദങ്ങളുണ്ടായി. എന്തായാലും ആ ചിത്രം ഇപ്പോൾ ഓർമ്മിക്കപ്പെടുകയാണ്.